എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിനെ ദ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അതായത് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉള്ള ആളുകൾ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ അടുത്ത് ബ്രിട്ടീഷിന്റെ ഒരു ഒരു കൂട്ടം സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഗവേഷകർ ഒരു പഠനം നടത്തി. അപ്പോൾ അവർ ആ പഠനം നടത്തിയതിലൂടെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൈപ്പ് 2 ഡയബറ്റിക്സ് കാണപ്പെടുന്നത് എന്നുള്ളതൊരു സ്റ്റഡി നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി. അതായത് ഇതിനെ അവർ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ എപ്പിജെനറ്റിക്സ് ആണ്. ഏകദേശം ഒരു 200-300 വർഷത്തോളം നമ്മുടെ രാജ്യം ഭരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷേഴ്സ് ആണ്. അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ ഈ പറയുന്ന നയങ്ങളും അതേപോലെ ഇവർ ഈ പറയുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യതയും എല്ലാം പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ഏകദേശം ഈ സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ ഏകദേശം 6 കോടിയോളം ജനങ്ങൾ ഈ പറയുന്ന ഭരണകാലത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പട്ടിണി കിടന്നും ഭക്ഷ്യധാന്യങ്ങൾ കൃത്യമായിട്ട് സമയത്ത് ലഭിക്കാതെയൊക്കെ ഇവർ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രശ്നങ്ങൾ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. ഏകദേശം 200-300 വർഷത്തോളമാണ് നമ്മുടെ രാജ്യം ഈ പറയുന്ന ബ്രിട്ടീഷേഴ്സ് ഭരിച്ചത്. അപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായ സമയത്ത് നമ്മുടെ രാജ്യത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് കൃത്യസമയത്ത് ആഹാരം ലഭിക്കാതെയും ഒരുപാട് പേര് പട്ടിണിയാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ചെറിയ രീതിയിലുള്ള ധാന്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളോ ലഭിക്കുന്ന സമയത്ത് ഇവർ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ജീൻസ് ഒരു ഷുഗർ മോളിക്യൂൾസ് ആയിട്ട് ഫോം ചെയ്യാൻ തുടങ്ങി. അപ്പം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും തലമുറയ്ക്കും കൈമാറി ഇപ്പം വരുന്ന എല്ലാ തലമുറയ്ക്കും ഈ പറയുന്ന അതായത് ഇപ്പൊ നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ പോലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെറിയ ചെറിയ ഷുഗർ മോളിക്യൂൾസ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള ജനറ്റിക്സ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പറ്റുന്നുണ്ട്. സോ ഇത് കാരണം മൂലം നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ഇപ്പോഴും ജനിക്കുന്ന തലമുറയ്ക്കും ഈ പറയുന്ന ടൈപ്പ് 2 ഡയബറ്റിക്സ് കൈമാറി പൊക്കോണ്ടിരിക്കുകയാണ്. സോ അന്ന് ബ്രിട്ടീഷേഴ്സ് ചെയ്ത ചില നയങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിന്റെ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കാത്ത ഭക്ഷണ സാധനങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവർ നമുക്ക് നൽകിയിട്ട് പോയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ പറയുന്ന ടൈപ്പ് 2 ഡയബറ്റിക്സ്.